ഇന്ന് നടന്ന IRB പോലീസ് കോൺസ്റ്റബിൾ മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരുവിധം എളുപ്പമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് കൂടി നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളിപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഇനി വരുന്ന എക്സാംസിനൊക്കെ നമുക്കൊരു അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും. കാരണം നമുക്ക് ഈ ഒരു പാറ്റേണിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ ലെവലിലുള്ള എക്സാംസൊക്കെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്നത്. സോ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ചതുരാകൃതിയായ ഒരു ഇരുമ്പ് കട്ടയുടെ നീളം 25 സെന്റിമീറ്ററും വീതി 10 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററുമാണ്. ഇത് ഉരുക്കി ഒരു സമചതുര കട്ട ഉണ്ടാക്കിയാൽ ആ സമചതുര കട്ടയുടെ ഒരു വശത്തിന്റെ നീളം എന്ത്? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിനകത്ത് ജോമെട്രി എടുത്തപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ഒരു സാധനത്തിനെ നമ്മൾ ഉരുക്കി മറ്റൊന്നാക്കി മാറ്റുന്നു. ഒരു 3 ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ഫിഗറിനെ, ഒരു ഷേപ്പിനെ നമ്മൾ ഉരുക്കിയിട്ട് മറ്റൊന്നാക്കി മാറ്റുകയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഒന്നിനെ ഉരുക്കി മറ്റൊന്നാക്കി മാറ്റുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ, അതായത് ഉപരിതല പരപ്പളവിന് മാറ്റമുണ്ടാകും. ഫസ്റ്റ് കണ്ടീഷൻ. 2, അതിൻ്റെ വ്യാപ്തം മീൻസ് വോളിയം എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. ആദ്യത്തെ ഷേപ്പിൻ്റെ വോളിയം എന്താണോ അത് തന്നെ ആയിരിക്കും രണ്ടാമത്തെ ഷേപ്പിൻ്റെ വോളിയം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചോദ്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഒരു വസ്തുവിനെ ഉരുക്കി, അതായത് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ചെയ്ത് മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ, റീകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റെ വോളിയം എന്താണോ, വ്യാപ്തം എന്താണോ അത് തന്നെ ആയിരിക്കും രണ്ടാമത്തെ വ്യാപ്തം. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ചതുരാകൃതിയായ ഇരുമ്പ് കട്ട. അപ്പോൾ ചതുരക്കട്ടയുടെ വ്യാപ്തവും എന്തിൻ്റെ വ്യാപ്തവും എന്തുണ്ടാക്കി? ഒരു സമചതുരക്കട്ട ഉണ്ടാക്കി. സമചതുരക്കട്ടയുടെ വ്യാപ്തവും എന്ത് തന്നെ ആയിരിക്കും? തുല്യം തന്നെ ആയിരിക്കും. ഇതാണ് കോൺസെപ്റ്റ്. ചതുരക്കട്ടയുടെ വ്യാപ്തം എന്താണ്? LBH. നമുക്കറിയാം, നീളം ഗുണം വീതി ഗുണം ഉയരം. സമചതുരക്കട്ടയാണെങ്കിലോ, സമചതുരക്കട്ട മീൻസ് ക്യൂബാണ്. ക്യൂബിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് A³ ആണ്, ഒരു സൈഡിന്റെ ക്യൂബ്. ശരിയല്ലേ? ഇതൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് നീളം ഗുണം വീതി ഗുണം ഉയരം കൊടുക്കാം. നീളം എത്രയാ? നീളം 25. വീതി എത്രയാ? വീതി 10. ദെൻ ഉയരം എത്രയാ? അത് 4 സമം A³. ശരിയല്ലേ? അപ്പോൾ നമുക്കൊന്ന് ഗുണിക്കാതിനേക്കാൾ ബെറ്റർ എന്നറിയോ? ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ആണ് ഏറ്റവും എളുപ്പം. 25 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5. 10നെ 5 × 2. 4നെ 2 × 2 = A³. സിമ്പിളാണ്. ദെൻ A³ എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ A കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട പരിപാടി A = √5 × 5 × 5 × 5 × 2 × 2 × 2 ഇങ്ങനെയാണ് കേട്ടോ. 5 × 5 × 5 × 2 × 2 2 ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. സോ ഇതിനെ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുക്കുക. ഇവിടെ നോക്കി, ഇവിടെ 3 എണ്ണം ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് 3 എണ്ണം എടുക്കുക, അതിൽ നിന്ന് 1 പുറത്തെടുക്കുക. 2 3 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് ഒരു 2 പുറത്തെടുക്കും. ക്യൂബ് റൂട്ട് സ്ക്വയർ റൂട്ട് ആണെങ്കിൽ 2 എണ്ണം എടുക്കും, ഒരെണ്ണം പുറത്തെടുക്കും. ഇവിടെ ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് 3 എണ്ണം വയ്ക്കും, ഒരെണ്ണം പുറത്തെടുക്കും. സോ 5 × 2 എത്രയാണ്? 10. സോ ഒരു വശം എന്തായിരിക്കും? ഒരു വശം 10 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എളുപ്പമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. -1 സ്ക്വയർ പ്ലസ് -1 ക്യൂബ് പ്ലസ് -1/4 പ്ലസ് -1/5. ഇവിടുത്തെ പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്താണ്? -1ന്റെ പവർ ഒറ്റ സംഖ്യയാണ് എങ്കിൽ ആൻസർ എപ്പോഴും -1 ആയിരിക്കും. ഇനി -1ന്റെ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും 1 ആയിരിക്കും, പോസിറ്റീവ് 1 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ -1ന്റെ സ്ക്വയർ, -1ന്റെ പവർ കൃതി ഇരട്ട സംഖ്യയാണ്. സോ ആൻസർ എപ്പോഴും പോസിറ്റീവ് 1 ആണ്, പോസിറ്റീവ് 1 കണ്ടോ. ഇനി ഇവിടെ നോക്കിയേ, പവർ 3 ആണ്, ഒറ്റ സംഖ്യയാണ്. സോ നമുക്ക് ആൻസർ -1. സോ 1 -1. അടുത്തെന്താ? -ന്റെ പവർ ഇരട്ട സംഖ്യയാണ്. സോ ആൻസർ പോസിറ്റീവ് 1. അപ്പോൾ നോക്കി, ഇവിടെ നോക്കിയേ, -ന്റെ പവർ ഒറ്റ സംഖ്യ. സോ ആൻസർ -1. അപ്പോൾ നോക്കിയേ, 1 -1 + 1 -1. അപ്പോൾ നോക്കാം എങ്ങനെയാണ്? 1 -1 + 1 -1. നോക്കിയേ, 1 -1 കട്ടായി പോയി, 1 -1 കട്ടായി പോയി. ആൻസർ 0. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ? 0 ഓപ്ഷൻ അതുണ്ടോ നോക്കുക. 0 ഓപ്ഷൻ അതുണ്ട്. സോ ആൻസർ ഇസ് 0. ഓക്കെ. ഇനി നമുക്ക് എന്തിലേക്ക് വരാം? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം. A + B 28, B + C 40, C + A 32 എങ്കിൽ A + B + C എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് നോക്കാം ചെയ്യുന്ന പാറ്റേൺ. എന്താ പറഞ്ഞേക്കുന്നത്? A + B എന്ന് പറയുന്നത് 28. ദെൻ അടുത്തെന്താ പറയുന്നത്? B + C 40. ശരിയല്ലേ? ദെൻ C + A എന്താണ്? C + A എന്ന് പറയുന്നത് 32. എങ്കിൽ നമ്മളുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? A + B + C എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. A + B + C നമ്മളിതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എയും കൂടെ കൂട്ടുമ്പോൾ 2A പ്ലസ് അല്ലേ. ദെൻ ഈ ബിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2B പ്ലസ് ഈ സിയും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2C = റൈറ്റ് സൈഡ് എന്ത് വരും നോക്കാം നമുക്ക്. 28 32 എല്ലാം കൂട്ടാം നമുക്ക് അല്ലേ. 40. അപ്പം 28 30 എന്ത് വരും? 30 50 60 100 100 ഇല്ലേ ആൻസർ? 100.
റൈറ്റ് സൈഡ് 100 എന്ന് വരും. എല്ലാത്തിനും 2 പൊതുവായിട്ട് കിടക്കല്ലേ, നമുക്ക് ആ 2 പുറത്തെടുക്കാം. ബാക്കി എന്താ വരിക? എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 100 അല്ലേ. ഇവിടെ 2 പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എടുത്ത എ, ഇവിടെ എടുത്ത ബി, ഇവിടെ എടുത്ത സി. സോ 2 പുറത്തെടുത്തു, എ പ്ലസ് ബി പ്ലസ് സി. എങ്കിൽ ഈ ഗുണിച്ച് 2 എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ എന്താവും? എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 100/2, അതായത് 50. കണ്ടോ, ഗുണിച്ച് 2 അപ്പുറത്ത് പോയപ്പോൾ ഹരിച്ചു 50. ആൻസർ 50 ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ 50. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. 4ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 2020 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ 2 ദിവസവും ഉൾപ്പെടെ എത്ര ദിവസമുണ്ട്? ഉൾപ്പെടെ എത്ര ദിവസം ഉണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 2020 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ. 2020 ഒരു ലീപ്പ് ഇയർ ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം അതുകൊണ്ട് ആ ദിവസം ഫെബ്രുവരി 29 ദിവസങ്ങൾ ഉണ്ടാവും. അപ്പോൾ 2020 എങ്ങനെ അറിഞ്ഞു? 2020 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്കത് എന്തായാലും ലീപ്പ് ഇയർ, അധിവർഷമായിരിക്കും. അതുകൊണ്ട് അവിടെ ഫെബ്രുവരി 29 ദിവസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഫെബ്രുവരി 5 മുതൽ ഫെബ്രുവരി 29 വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കണം. അതായത് 5 മുതൽ 29 വരെ എണ്ണൽ സംഖ്യകളാണ്. അത് ഉൾപ്പെടെയുള്ള 5 മുതലാണ്. 5 മുതൽ 29 വരെ എത്ര ദിവസങ്ങൾ കണ്ടുപിടിക്കുന്നത് എളുപ്പ വഴി. അപ്പോൾ ഫെബ്രുവരിയിൽ നമുക്ക് നോക്കാം. ഫെബ്രുവരിയിൽ നമുക്ക് എന്തുണ്ട്? 5 മുതൽ 29 വരെ നോക്കണം. പിന്നെ മാർച്ചിൽ 5 ദിവസമുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഫെബ്രുവരി 5 മുതൽ 29 വരെ എത്ര ദിവസം കണ്ടുപിടിക്കുന്നത് എളുപ്പ വഴി എന്താണ്? 5 മുതൽ 29 വരെ ആണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള പരിപാടി 29 നിന്നും 5 കുറയ്ക്കുക, കിട്ടുന്ന ആൻസറോടെ ഒന്ന് കൂട്ടുക. ഇതാണ് എണ്ണൽ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. ആ സംഖ്യ ഉൾപ്പെടെയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 29 - 5 24. 24 ഒന്നും 25 ദിവസങ്ങൾ എന്തുണ്ട്? എവിടെയുണ്ട്? ഈ ഫെബ്രുവരി മാസം മാത്രമുണ്ട്. കാര്യം ലീപ്പ് ഇയർ ആയതുകൊണ്ട്. ഇനി മാർച്ച് 1 മുതൽ 5 വരെ 5 ദിവസം. 1, 2, 3, 4, 5 ദിവസം. സോ ഈ 25ഉം ആ 5ഉം കൂടെ ചേരുമ്പോൾ ആകെ 30 ദിവസം. അപ്പോൾ എന്താണ്? ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ എത്ര? 30 ദിവസങ്ങളാണുള്ളത്. സോ ആൻസർ ഈസ് 30. അടുത്തത് കൂട്ടത്തിൽ പെടാത്ത എന്നാണ് ചോദ്യം. ഈ കൂട്ടത്തിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും 121 പെടാത്തത് അല്ലേ. ആ ഒരു ഐഡിയ. കാര്യം നമുക്കറിയാം വർഗ്ഗമുള്ള, സാധാരണ നമ്മൾ പറഞ്ഞ ജനറൽ ഫോം തന്നെയാണ് വർഗ്ഗമുള്ള നമ്പർ. ബാക്കി ഒരു സംഖ്യ വർഗ്ഗമില്ല. 111 ഒരു സംഖ്യയുടെ വർഗ്ഗമല്ല. 143 ഒരു സംഖ്യയുടെ വർഗ്ഗമല്ല. 154 ഒരു സംഖ്യയുടെ വർഗ്ഗമല്ല. അപ്പോൾ 121 11ന്റെ വർഗ്ഗമായതുകൊണ്ട് തന്നെ 11 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്തിലേക്ക് വരാം? അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. എളുപ്പമാണ്. 2 മണിക്ക് മണിക്കൂർ, മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളം എന്ത്? 2 മണിയാണ് സമയം. ഇതിന് ഇപ്പോൾ ഈ ഒരു ഫിക്സഡ് ടൈം, അതായത് 2 മണി, 3 മണി, 4 മണി, 5 മണി ഇങ്ങനെ പറയുന്ന സമയം കണ്ടുപിടിക്കുക എളുപ്പവഴിയുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് എല്ലാം ഒരു രീതിയിൽ പഠിക്കാം. ഇതിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വഴികൾ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ യൂസ് ചെയ്തോളുക. 2 മണി എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ 2 മണി നമ്മൾ സാധാരണ ഇടുന്നത് എങ്ങനെ? 2 മണി. ഓക്കെ, നമ്മൾ സാധാരണ ഗതി ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാ ഈ മണിക്കൂറിനെ താഴേക്ക് ഇറക്കി എഴുതും അല്ലേ. 2നെ താഴേക്ക് ഇറക്കി എഴുതി. ഇനി എന്ത് ചെയ്യും? ഈ 0 സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം ഏതാണെന്ന് നോക്കും. അത് ഏതാ? അത് 12 ആണ്. ശരിയല്ലേ? മിനിറ്റ് സൂചി 12 നിൽക്കുമ്പോഴാണ് നമ്മൾ 0 പറയാം അല്ലേ, 2 മണി എന്ന് പറയാം. അപ്പോൾ ആ 12 എഴുതി. അപ്പോൾ എന്താ ചെയ്യുക? 2 അതുപോലെ ഇറക്കി എഴുതി. ഇവിടെ ഈ 0 ഇപ്പോൾ ഇവിടെ 2 15 ആയിരുന്നു. നമ്മൾ എന്ത് എഴുതും? 15 സൂചിപ്പിക്കുന്ന അക്കം ഏതാണ്? ക്ലോക്കിലെ അക്കം 3 ആണ്. 3 നിൽക്കുമ്പോഴാണ് 15 പറയാം. ഇവിടെ 12 നിൽക്കുന്നതാകുമ്പോഴാണ് 0 പറയാം. സോ 12 എഴുതി. ഇത് തമ്മിൽ അങ്ങ് കുറയ്ക്കും. ഇനി ആ കിട്ടുന്ന ആൻസർ എന്തോ ആയിക്കോട്ടെ, 30 കൊണ്ട് ഗുണിക്കും. പ്ലസ് അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനോടൊപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ കിടക്കുന്ന ഈ മിനിറ്റിൻ്റെ പകുതി എടുക്കും. മിനിറ്റിൻ്റെ പകുതി എത്രയാണ്? 0 പകുതി 0. അത് ഇതിനോടൊപ്പം കൂട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ 10 ആയിരുന്നുവെങ്കിൽ 10/2 5 കൂട്ടിയേനെ. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞ ചോദ്യമാണ്. അപ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. 2 അതുപോലെ എഴുതി. ഈ മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം എഴുതി. തമ്മിൽ കുറച്ചു. 30 കൊണ്ട് ഗുണിച്ചു. നോക്കി 2 - 12 എത്രയാണ്? -10 × 30. ശരിയല്ലേ? -10 × 30 എന്ന് പറഞ്ഞാൽ എന്താ വരിക? അത് -300 എന്ന് വരും. കണ്ടോ? നമ്മൾ നോക്കണം. -300 ഡിഗ്രി അങ്ങനൊരു ഓപ്ഷനേ ഇതിനകത്തില്ല. കണ്ടോ? -300 എന്ന് പറയുന്നൊരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ മൈനസ് ഒക്കെ നമുക്ക് കളയാൻ കുഴപ്പമില്ല. 300 ഡിഗ്രി എന്നൊരു ആൻസർ ഇല്ല. ഉണ്ടോ? 300 ഡിഗ്രി ഇല്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 180 ഡിഗ്രിയേക്കാൾ കൂടുതൽ വരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 360 നിന്ന് അതങ്ങ് കുറയ്ക്കണം. 180 ഡിഗ്രികൾ കൂടുതലാണ് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? 360 കുറയ്ക്കും. സോ 360 - 300 നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ 180 കൂടുതലല്ലേ, 300 അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താ? ആൻസർ 60 ഡിഗ്രി. സോ ആൻസർ 60 ഡിഗ്രി. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ആ ചോദ്യത്തിനെ 2 മണിക്കൂർ 2 മണിക്ക് മണിക്കൂർ മിനിറ്റുള്ള കോണോട് ചോദിച്ചാൽ നമുക്കിവിടെ എത്രയായിരിക്കും? അത് 60 ഡിഗ്രി എന്ന് ആയിരിക്കും. 360 നിന്ന് നമ്മൾ കുറച്ചിട്ടാണ് എഴുതുക. ഇതാണ് ആ ചോദ്യത്തിൽ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യം.
ഒരു SCRT ബേസ്ഡ് ചോദ്യമാണ്. 1/5 പ്ലസ് 2/5 സ്ക്വയർ 3/5 ക്യൂബിന്റെ ദശാംശ രൂപം എന്നൊരു NCERT ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ 3നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് ബുദ്ധിമുട്ടുള്ള കേസ് ആയതുകൊണ്ട് ഇവിടെ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതിങ്ങനെയാണ്, 1/5 ആയതുകൊണ്ട് അവിടെ നമ്മൾ മുകളിലും താഴെ 2 കൊണ്ട് ഗുണിക്കും. കണ്ടോ, കാര്യം 10 ആക്കാൻ വേണ്ടിയിട്ടാണ്. 10ന്റെ പവറുകളാക്കണം. 10, 100, 1000 ഒക്കെ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 5നെ 10 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. സോ മുകളിലും ഗുണിച്ചു. പ്ലസ് അടുത്ത് എന്താ വരിക? അടുത്തത് 2/5 സ്ക്വയർ എന്ന് എത്ര? 25 ആണ്. 25 ഒരിക്കലും നമുക്ക് 10 ആക്കാൻ പറ്റില്ല ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട്. അപ്പോൾ നമുക്ക് 100 ആക്കാം. എത്ര കൊണ്ട് ഗുണിച്ചിട്ട്? 4 കൊണ്ട് ഗുണിച്ചിട്ട്. കണ്ടോ, അത് എക്സാം ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിത് പെട്ടെന്ന് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 5ന്റെ സ്ക്വയർ ആയതുകൊണ്ട് 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക, 5 ആയതുകൊണ്ട് 2 കൊണ്ട് ഗുണിക്കുക, 2 സ്ക്വയർ കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. കണ്ടോ, അപ്പോൾ 5ന്റെ ക്യൂബ് ആകുമ്പോൾ 2ന്റെ ക്യൂബ് കൊണ്ട് ഗുണിക്കുക മുകളിലും താഴെ. ഇതാണ് മെത്തേഡ്. 5ന്റെ ക്യൂബ് ആണെങ്കിൽ 2ന്റെ ക്യൂബ്, 5/4 ആണെങ്കിൽ 2/4 കൊണ്ട് ഗുണിക്കുക. അത് നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി അടുത്ത എത്രയാണ്? പ്ലസ് 3/5ന്റെ ക്യൂബ്, അതിന് എത്ര ഗുണിക്കുക? 2ന്റെ ക്യൂബ് കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. അതിനെ 2ന്റെ ക്യൂബായി 8 കൊണ്ട് ഗുണിക്കുക. ഇതാണ് എൻ്റെ മെത്തേഡ്. 5ന്റെ സ്ക്വയർ ആണെങ്കിൽ 2ന്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് 2/10 ശരിയല്ലേ. പ്ലസ് ഇവിടെ എന്താ വരിക? 2 × 4 8, 8/100 പ്ലസ് ഇവിടെ 3/1000. എളുപ്പമല്ലേ ഇനി ചെയ്യാൻ? കാരണം 2/10 ചെയ്യാൻ ചെയ്താൽ മതി. ഒരു സ്ഥാനം വരെ ദശാംശം കൊടുക്കുക, 0.2, 0.2 പ്ലസ് ഇവിടെ എന്താ 2 സ്ഥാനം വരെ ദശാംശം കൊടുക്കുക, 0.08 പ്ലസ് ഇവിടെ എന്താ 3 സ്ഥാനം വരെ ദശാംശം കൊടുക്കുക, 0.003. ഇത് കൂട്ടാൻ നമുക്കറിയില്ലേ, ഇത് കൂട്ടാൻ എളുപ്പമാണ്. എന്താ വരിക? 0.283 എന്ന ആൻസർ വരും. നോക്കാം, 0.283 അല്ലേ നമുക്ക് ആൻസർ വരിക? 8 അല്ലേ വരുന്നത്? 8 സോറി, ഇവിടെ നമ്മൾ എന്തുകൊണ്ട് മുകളിലും കൂടെ 8 കൊണ്ട് ഗുണിക്കുന്നത്? സോറി, അതെൻ്റെ മിസ്റ്റേക്ക് ആണ്. ഇവിടെ എന്താ ചെയ്തത്? മുകളിലും 8 കൊണ്ട് ഗുണിക്കണമായിരുന്നു. സോ അതുകൊണ്ട് ഇവിടെ 8 കൊണ്ട് ഗുണിക്കും. അപ്പോൾ ഇവിടെ എന്താ വരിക? 24 വരും. താഴെ 8 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും 8 കൊണ്ട് ഗുണിക്കാൻ മറന്നുപോയതാണ് ഞാൻ, എൻ്റെ മിസ്റ്റേക്ക് ആണ്. സോ ഇവിടെ എന്താ വരിക? 24നെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും? 0.024. 3 സ്ഥാനം വരെ ദശാംശം കൊടുത്തു. അപ്പോൾ ഇത് കൂട്ടാം. എങ്ങനെയാണ്? 0.024 പ്ലസ് 0.08 പ്ലസ് 0.2. ബാക്കിയൊക്കെ 0 കൊടുക്കാം. കൂട്ടുമ്പോൾ 4, 8 × 2 10, 3, 0.304. 0.304 ഇതാണ്. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. അടുത്ത് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25, പൊതുവ്യത്യാസം 10. സോ ആദ്യ പദം 25, D 10 എങ്കിൽ അതിന്റെ 20 പദങ്ങളുടെ തുക എത്ര? സോ n എന്ന് പറഞ്ഞാൽ 20, പദങ്ങളുടെ എണ്ണം 20. ഫോർമുല നമുക്കറിയാം. എന്താണ്? n/2 × 2a പ്ലസ് n-1 × d. ഇതാണ് തുകയുടെ ഫോർമുല. ഒരുപാട് പറഞ്ഞാണ് ഈ ക്ലാസ് ഒക്കെ നമ്മൾ. അപ്പോൾ നമുക്ക് n എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ 20/2 × 2a, 2 × a അതായത് 2 × 25 50 പ്ലസ് n-1 അതായത് 19 അല്ലേ. 20 - 1 19, 19 × d 10, 19 × d 190 അല്ലേ. പെട്ടെന്ന് നമ്മൾ ചെയ്താ എങ്ങനെയാണ്? 2a 2 × 25 50, n- എന്ന് പറഞ്ഞാൽ 20 - 1 19, 19 × d 10. സോ നിർത്തുന്നത് കൂട്ടുമ്പോൾ എന്ത് വരും? 20/2 എന്ന് പറഞ്ഞാൽ 10, 50 പ്ലസ് 190 240. സോ 2400. എളുപ്പമല്ലേ? ഇപ്പൊ സിമ്പിൾ ചോദ്യമാണ്. 2400 ആണ് ആൻസർ വരെ. 2400 ആൻസർ അല്ലേ. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. 150 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ വേണ്ട സമയം എന്ത്? അപ്പോൾ ഒരു തീവണ്ടി മറ്റൊരു നമ്മൾ നേരത്തെ 50 എന്നാണ് എഴുതുന്നത്, മിസ്റ്റേക്ക് വന്നതാണ് നമുക്ക്. സോ ക്വസ്റ്റ്യൻ 90 എന്നായിരുന്നു. അപ്പോൾ 150 മീറ്റർ നീളമുള്ള തീവണ്ടി 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ മറ്റൊരു പാലത്തിനെ മറികടക്കുന്നു. അപ്പോൾ ഒരു തീവണ്ടി മറ്റൊരു നീളമുള്ള വസ്തുവിനെ മറികടക്കുമ്പോൾ എന്നൊരു കോൺസെപ്റ്റ് നമുക്കറിയാം. അപ്പോൾ അവിടെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടിൻ്റെയും കൂടെ നീളത്തിന് തുല്യമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്കിവിടെ ടൈം ആണ് വേസ്റ്റ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്തായിരിക്കും? 150 പ്ലസ് 200 350 ബൈ സ്പീഡ് 90 km/h ആണ്. അതിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് 5/18 അല്ലേ. സോ നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും അല്ലേ. 5 35 കട്ട് ചെയ്യുമ്പോൾ 7 5 35 70. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 5 5 20 4 5 20. സോ 14 സെക്കൻഡ്സ് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 14 സെക്കൻഡ്സ് നമ്മൾ ഓപ്ഷനിലുണ്ട്. സോ അതാണ് ആൻസർ. സിമ്പിൾ അല്ലേ ചോദ്യം? അവസാന ചോദ്യം. ത്രികോണത്തിലെ കോണുകൾ 1:3:5 അംശബന്ധത്തിലാണ്. വലിയ കോൺ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ത്രികോണത്തിലെ കോണുകൾ 1:3:5 അംശബന്ധത്തിലാണെങ്കിൽ നമുക്ക് കോണുകളുടെ പ്രത്യേകത എന്താണ്? കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ കോണുകൾ 1:3:5 അംശബന്ധത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അംശബന്ധം 1x, അടുത്തത് കോണുകളുടെ 1x 3x 5x, 1x 3x 5x ഇങ്ങനെ എടുക്കാം അല്ലേ. നമുക്ക് കോണുകൾ അങ്ങനെ നമ്മൾ എടുക്കുന്നത് 1x, കോണുകൾ 1x 3x 5x എന്ന് എടുക്കും. ഇനി ഇവിടെ കോണുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? 180 ആയിരിക്കും. കാര്യം ത്രികോണത്തിലെ കോണുകളുടെ തുക എപ്പോഴും 180 ആണ് നമുക്കറിയാം. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 1x പ്ലസ് 3x, 4x നമുക്ക് x തന്നെ എടുക്കാം. x 3x 4x പ്ലസ് 9x എന്ന് കിട്ടും അല്ലേ. 9x = 180. x സമം ഈ 9 അപ്പുറത്ത് പോകുമ്പോൾ 180/9 അതായത് 20. അപ്പോൾ x 20 എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്?
വലിയ കോൺ ഏത്? ഇതിൽ വലിയ കോൺ ഏതാ? ഇതാണ് 5x അല്ലേ വലിയ കോൺ. സോ അപ്പോൾ 5x ആണ് വലിയ കോൺ. അത് എക്സിന് പകരം 20 കൊടുക്കുമ്പോൾ 5 × 20 100 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 100 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഒറ്റയാൻ പറഞ്ഞതിനകത്ത് കഴിഞ്ഞ 2 തരത്തിൽ ആൻസർ വരാം. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, സെയിം പാറ്റേൺ. അതാണ് നമ്മൾ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരേപോലെ വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. സോ ഒഴിവാക്കരുത്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കി, നമ്മളിവിടെ പറയുന്ന 121 ആൻസർ, അത് പൂർണ്ണവർഗ്ഗമുള്ള സംഖ്യ. ഇനി അല്ലാതെ രീതി ചിന്തിക്കാം. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചൊരു മെത്തേഡ് ഉണ്ട്, അത് 1 + 1 2 അതാണ് മിഡിൽ വന്നേക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയാണ്, നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയാണ്. ഇനി 1 + 3 അതാണ് മിഡിൽ നിങ്ങൾ 4 കണ്ടോ. 1 + 4 ആണ് മിഡിൽ നിങ്ങൾ 5 കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ആൻസർ എന്ത് വരും? 1 1 1 വരും. അപ്പോൾ ഇതിനകത്ത് 2 ആൻസർ വരുന്നുണ്ട്, 121 11 വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻസർ വരിക എന്നുള്ളത്. നമുക്ക് ഫൈനൽ ആൻസർ വരുമ്പോൾ നമുക്കറിയാം. ചിലപ്പോൾ ചലഞ്ച് ചെയ്യും ആരെങ്കിലും. എനിവേ എങ്ങനെയായാലും ആൻസർ എന്താണ്? ആൻസർ ഇതിലേതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. 1 1 1 ആണ്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ മോഡലുള്ള ചോദ്യമാണ് എങ്കിൽ ആൻസർ 1 1 1 എന്നുള്ളതാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയുക. നിങ്ങളുടെ എക്സാം എങ്ങനെയായിരുന്നു കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ് വേണ്ട, നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം.